കാരണം നമ്മൾ വിവാഹം കഴിഞ്ഞ് വരുന്ന ഓരോ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ആഗ്രഹം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ വീട്ടിലേക്ക് അവളെല്ലാം ഇട്ടെറിഞ്ഞിട്ടാണല്ലോ പോകുന്നത്. ഇപ്പോഴത്തെ കേരളത്തിലെ വ്യവസ്ഥിതി അനുസരിച്ച് വിവാഹം കഴിഞ്ഞ് സ്ത്രീ പുരുഷന്റെ വീട്ടിലേക്ക് തന്നെയാണല്ലോ പോകുന്നത്. ഇപ്പോഴും അതിന് മാറ്റം വന്നില്ല. അപ്പൊ ഈ എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു സ്ത്രീ ഒരു പുതിയ മെമ്പർ അവിടെ, അവളെ നിങ്ങൾ താലോലിക്കോ കഴുകൊന്നും ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവൾക്കുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കണം. അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ തന്നെയല്ലേ, അമ്മയ്ക്ക് നമ്മളെ അറിയാം, ഇത്ര നാളായിട്ട് നമ്മളെ വളർത്തി വലുതാക്കിയ അമ്മയാണ്. ആ വീട്ടിലേക്ക് ഒരു പുതിയ മെമ്പർ കടന്നു വരുമ്പോ ഇപ്പൊ അമ്മയുടെ കൂടെ നിൽക്കണോ അവളുടെ കൂടെ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അവിടെ നിശബ്ദനായ ഒരു കാരണവശാലും നിൽക്കരുത്. നിൽക്കരുത്. ഒരു വഴക്കുണ്ടായി ഒരു വീട്ടില്, ഒരു അമ്മായിമ്മയുണ്ട്, അമ്മാനപ്പനുണ്ട്, ചെക്കനെ കുറിച്ച് അനിയന്മാരോ പെങ്ങന്മാരോ ആരെങ്കിലും ഒക്കെ ഉണ്ട്, ഒരു വഴക്കുണ്ടാവാണ്. അപ്പൊ ഈ പെൺകുട്ടി എപ്പോഴും അവിടെ ഒറ്റയ്ക്കാണ്. ഈ സൈഡില് ഒരു യുദ്ധം നടക്കാന്ന് വിചാരിക്കും. ഇവിടെ കുറെ ആളുകൾ, ഒരു ബറ്റാലിയൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഭർത്താവിന്റെ വീട്ടുകാരും, പെൺകുട്ടി ഇവിടെ ഒറ്റയ്ക്കാണ്. ഇവിടെ ഇങ്ങനെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഈ ചെക്കൻ സാധാരണഗതിയിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ മെജോറിറ്റി ആണുങ്ങളും ചെയ്യാം, ഇവര് പെൺകോന്തൻ എന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടി, ആരുടെ നീ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഇവിടെ മൊത്തം മാറ്റി മറിക്കാൻ നോക്കണ്ട, ഞങ്ങൾ കുറെ കൊല്ലമായിട്ട് ഇവിടെ ഇങ്ങനെയാ വളരണേ, എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ നീ നിന്റെ കുടുംബത്തേക്ക് വെക്കോ എന്ന് പറയുന്നവരാണല്ല. അവൻ പെൺകോന്തനല്ല, അവൻ നിലപാടില്ലാത്ത പുരുഷനെന്ന് പേരില്ല, വെറും ഒരാള് മാത്രമാണ്. പുരുഷനല്ല അവൻ. നല്ലൊരു പുരുഷൻ അങ്ങനെ പറയില്ല. അവൻ ശരിക്കും പറയേണ്ടത് എന്താ, ഈ കൂടെയുള്ള ആളുകളോട് എന്താ പറയേണ്ടത്, ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്ന പെണ്ണാണ്, അവൾക്ക് ഇവിടെ ഒരു കുറവില്ലാതെ നോക്കേണ്ടത് എന്റെ ഒരു ആവശ്യമാണ്. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളൂ, നിങ്ങൾക്ക് അവളെ ഇവിടെ കൊണ്ട് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഏറ്റവും പ്രശ്നം വഷളാകുന്നതിന് മുൻപ് ഞാൻ വേറെ വീടെടുത്ത് മാറിക്കോളാം. കാരണം അമ്മയും അവളും തമ്മിലുള്ള സ്നേഹം എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കും.